ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 2017 വിയറ്റ്നാമിൽ വിൻഫാസ്റ്റ് എന്നൊരു കമ്പനി പിറവിയെടുക്കുന്നു. വിയറ്റ്നാമിലെ ആദ്യത്തെ ഇലക്ട്രിക് കാറുകളും ബൈക്കുകളും നിർമ്മിക്കുന്ന കമ്പനിയായിരുന്നു അത്. ആദ്യം തന്നെ അവരുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പല മോഡലുകളുടെയും ഡിസൈൻ അവരുടെ വെബ്സൈറ്റിലൂടെ അവർ പ്രദർശിപ്പിച്ചു. എന്നിട്ട് വിയറ്റ്നാമിലെ ജനങ്ങളോട് തന്നെ അവർ ചോദിച്ചു, ഈ ഡിസൈനുകളിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായതെന്ന്. ഏകദേശം 60,000 വോട്ടുകളും വേൾഡിലെ ബെസ്റ്റ് ഓട്ടോമൊബൈൽ ഡിസൈൻ സ്റ്റുഡിയോ ആയിട്ടുള്ള ടോറിനോ ഡിസൈൻസ് എന്ന കമ്പനി ഡിസൈൻ ചെയ്ത 20 സ്കെച്ചുകൾക്കായിരുന്നു. അങ്ങനെ വിൻഫാസ്റ്റ് ഗ്രൂപ്പ് ടോറിനോ ഡിസൈൻസുമായി ചേർന്ന് ആ മോഡലുകൾ നിർമ്മിച്ച് പുറത്തിറക്കി. അവർക്കത് വലിയ വിജയമായി മാറി. പിന്നീട് അവർ മറ്റു പല രാജ്യങ്ങളിലേക്കും അവരുടെ വണ്ടികൾ കയറ്റി അയച്ചു. അങ്ങനെ ആ കമ്പനി ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡായി വളർന്നു. 2024 ആയതോടെ അവർ ഇന്ത്യയിലേക്കും വരാനുള്ള പ്ലാൻ ഇട്ടു. അതിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ 400 ഏക്കറിൽ ഒരു വലിയ മാനുഫാക്ചറിംഗ് യൂണിറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. 2025 അവരുടെ 2 പുതിയ വണ്ടികളായ VF6ഉം VF7ഉം ഇന്ത്യയിൽ. 3 വേരിയൻറ്റുകളായിട്ടാണ് ഈ വണ്ടികൾ നമുക്ക് അവൈലബിൾ ആവാൻ പോകുന്നത്. VF6 എർത്ത്, VF6 വിൻഡ്, VF6 വിൻഡ് ഇൻഫിനിറ്റി. VF6 എർത്തിന് 130 കിലോവാട്ട് കരുത്തും 250 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. എന്നാൽ വിൻഡ് ഇൻഫിനിറ്റി വേരിയൻറ്റുകൾക്ക് 150 കിലോവാട്ട് കരുത്തും 310 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമുണ്ട്. 3 വേരിയൻറ്റുകൾക്കും 59.6 കിലോവാട്ട് വരുന്ന ഒരേ ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് വരുന്നത്. ഒറ്റ ചാർജിൽ 460-ലധികം കിലോമീറ്റർ റേഞ്ച് കമ്പനി പറയുന്നുണ്ട്. അതായത് റിയൽ വേൾഡ് റേഞ്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 380 കിലോമീറ്ററിലധികമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവും. VF6 എർത്തിന് 0 നിന്നും 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ 10 സെക്കൻഡിൻ്റെ ഉള്ളിലാണ് സമയമെടുക്കുന്നത്. വിൻഡ് ഇൻഫിനിറ്റി വേരിയൻറ്റുകൾക്ക് ഇത്രയും സമയമെടുക്കുന്നില്ല, വെറും 8.9 സെക്കൻഡ് മതി. വീട്ടിലെ AC ഹോം ഫാസ്റ്റ് ചാർജിങ് 7.2 കിലോവാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ DC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത് 100 കിലോവാട്ട് വരെയാണ്. അതായത് 100 കിലോവാട്ടിൻ്റെ DC ഫാസ്റ്റ് ചാർജിങ് വെച്ചിട്ട് ഈ വണ്ടി 10% മുതൽ 70% വരെ ചാർജ് ചെയ്യാൻ വെറും 25 മിനിറ്റ് മതി. ഈ വാഹനത്തിന് 4241 മില്ലിമീറ്റർ നീളവും 1834 മില്ലിമീറ്റർ വീതിയും 1615 മില്ലിമീറ്റർ ഉയരവും ഉണ്ട്. വീൽ ബേസ് വരുന്നത് 2730 മില്ലിമീറ്റർ ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 190 മില്ലിമീറ്ററും. VF6 എർത്തിന് 1962 കിലോഗ്രാമും വിൻഡ് ഇൻഫിനിറ്റി വേരിയൻറ്റുകൾക്ക് 2028 കിലോഗ്രാമുമാണ് ഭാരം വരുന്നത്. VF6 എർത്തിൽ 17 ഇഞ്ച് അലോയ് വീലുകളും വിൻഡ് വേരിയൻറ്റുകളിൽ 18 ഇഞ്ച് അലോയ് വീലുകളുമാണ് ഉള്ളത്. വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, ഡ്യുവൽ സോൺ AC, റിയർ AC വെൻറ്റുകൾ, പനോരമിക് ഗ്ലാസ് റൂഫ്, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ADAS ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിൻഡ് ഇൻഫിനിറ്റി വേരിയൻറ്റുകളിലാണ്. എന്നാൽ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള എർത്തിൽ തന്നെ ക്രൂയിസ് കൺട്രോൾ, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ തുടങ്ങിയ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. AC കൂളിംഗ് പൊതുവേ നമ്മൾ നന്നായിട്ട് നോക്കുന്നവരാണല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള എർത്ത് എടുക്കുന്ന സമയത്ത് റിയർ AC വെൻറ്റുകൾ ലഭ്യമല്ല. അപ്പോൾ നന്നായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതിയേ. എല്ലാ വേരിയൻറ്റുകളിലും 12.9 ഇഞ്ച് വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ലഭ്യമാണ്. ഇൻഫിനിറ്റി ബ്ലാക്ക്, ക്രിംസൺ റെഡ്, ജെറ്റ് ബ്ലാക്ക്, ഡെസേർട്ട് സിൽവർ, ജെനിത് ഗ്രേ, അർബൺ മിൻറ്റ് എന്നിങ്ങനെ പല നിറങ്ങളിൽ VF6 അവൈലബിൾ ആണ്. ജൂലൈ 2028 വരെ, അതായത് 3 വർഷത്തേക്ക് സൗജന്യ ചാർജിങ്, 3 വർഷത്തെ സൗജന്യ മെയിൻ്റെനൻസ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ചാർജിങ് സ്റ്റേഷനുകളിലും നമുക്ക് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാം എന്നല്ല കേട്ടോ. കമ്പനിയുടെ ചാർജിങ് സ്റ്റേഷനുകളായിട്ടുള്ള V-Green ചാർജിങ് സ്റ്റേഷനുകളിൽ മാത്രമായിരിക്കും ഫ്രീ ചാർജിങ് ലഭ്യമാകുന്നത്. 7 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വാഹന വാറണ്ടിയും 10 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ വരെ ബാറ്ററി വാറണ്ടിയും കമ്പനി നൽകുന്നുണ്ട്. 3 വർഷം അല്ലെങ്കിൽ 36,000 കിലോമീറ്റർ വരെ സൗജന്യ മെയിൻ്റനൻസും ലഭിക്കും. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് വണ്ടികളിൽ വാറണ്ടി അതേപോലെ ഫ്രീ ഓഫ് കോസ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് വർഷങ്ങളുടെ കണക്ക് കൊണ്ടൊന്നും ഒരു കാര്യമില്ല, കിലോമീറ്ററിൻ്റെ കണക്ക് നോക്കാവും ബെറ്റർ. കാരണം ഈ 1 വർഷം കൊണ്ട് തന്നെ നമ്മൾ 1 ലക്ഷം കിലോമീറ്ററിനൊക്കെ മുകളിൽ കവർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മഹീന്ദ്ര BE6e, ടാറ്റ കർവ് EV, MG വിൻസർ EV എന്നിവയാണ് VF6ൻ്റെ പ്രധാന എതിരാളികൾ.
പവർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂവിലും അതേപോലെ DC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും മഹീന്ദ്ര BE6 തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ BE6e തന്നെയാണ് വില കൊണ്ടും വളരെ മുന്നിൽ നിൽക്കുന്നത്. ടാറ്റ കർവ് EVയും വിൻസർ EV പ്രോയും വിൻഫാസ്റ്റ് VF6നേക്കാളും വില കൊണ്ട് കൂടുതലാണെങ്കിലും പവർ കൊണ്ടും DC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിലും വളരെ പിറകിലാണ്. അതായത് വിൻഫാസ്റ്റ് VF6 100 kW വരെ DC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ടാറ്റ കർവ് EVയും വിൻസർ EV പ്രോയും ഒരു 60 മുതൽ 70 kW വരെയാണ് DC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം നോക്കുന്ന സമയത്ത് ഒരു വാല്യൂ ഫോർ മണി വിൻഫാസ്റ്റ് VF6 തന്നെയല്ലേ എന്നുള്ളത് തോന്നിപ്പോവും. എന്നാൽ മറ്റു ചില കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതായത് ടാറ്റ കർവ് EVയിലും വിൻസർ EV പ്രോയിലൊക്കെ ലൈഫ് ടൈം വാറണ്ടിയാണ് ബാറ്ററിക്ക് പറയുന്നത്. അതിനു പുറമെ വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ഈ വിയറ്റ്നാമീസ് കമ്പനി നമുക്ക് മുന്നിൽ ഒരു പുതിയ കമ്പനി തന്നെയല്ലേ. കമ്പനി വിജയിച്ച് മുന്നോട്ട് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിയവർക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ അതും വലിയ പ്രശ്നമായി മാറില്ലേ. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ആ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. എന്നാൽ എടുക്കാൻ പ്ലാൻ ഇട്ട് നിൽക്കുന്നവർക്ക് ഒരു ഗുഡ് ഡിസിഷൻ എടുക്കാൻ അതുകൊണ്ട് ചിലപ്പോൾ പറ്റിയേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നവരെ I am going to signing off. This is your friend Fasi Mohammed.